എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അവധൂത സ്വഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ വസ്തുത ഉള്ളതുകൊണ്ട് വസ്തുത ഇല്ലാത്തതുകൊണ്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ ഉയർത്തി കാണിക്കാനാണ് അത് ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും ഒരു തോന്നലുണ്ടായിരുന്നു, ഇന്നുണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ള തോന്നലുള്ള ആൾക്കാർ, ഈ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് ജീവിക്കാനുള്ളൊരു ബുദ്ധിയൊന്നും ഇല്ല എന്നൊരു ധാരണ പൊതുവിൽ ആൾക്കാർക്കുണ്ട്. അവരൊക്കെ എല്ലാ സമയത്തും അമ്പലവും ഭക്തിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും സാധാരണ ജീവിതമൊന്നും വിധിച്ചിട്ടില്ല, അവർക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട്. ഇത് നാറാണത്ത് ഭ്രാന്തൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നാറാണത്ത് ഭ്രാന്തൻ്റെയും ഉറുമ്പിൻ കൂട്ടത്തിൻ്റെയും ഒരു കഥ നമുക്ക് കേൾക്കാം. ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ജ്ഞാനമായിരുന്നു. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഓരോന്നും പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ വ്യാകരണം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബുദ്ധിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രയാസം, ഈ നാറാണത്ത് ഭ്രാന്തനെയൊക്കെ പോലെയുള്ള അവധൂത സ്വഭാവത്തിൽ സഞ്ചരിക്കുന്ന മഹാത്മാക്കളെയൊക്കെ അദ്ദേഹത്തിന് പുച്ഛായിരുന്നു. ഇവർക്കൊന്നും ഒരു ബുദ്ധിയില്ല, ഇവർ ഭ്രാന്തായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, ഇവർക്കൊന്നും പ്രത്യേകിച്ചൊരു ശേഷിയില്ല. പല ആൾക്കാരും നാറാണത്ത് ഭ്രാന്തൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇതൊക്കെ വെറുതെ പറയണതാണ്, അദ്ദേഹം ഒരു ഭ്രാന്തൻ മാത്രമാണ്, നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് പകരുവാണ് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഇങ്ങനെ ആ പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള വയറുവേദന വന്നു എന്നാണ്. അതികഠിനമായിട്ടുള്ള വയറുവേദന. അദ്ദേഹം ഓരോരോ ഡോക്ടർമാരെയായിട്ടും വൈദ്യന്മാരെയൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. ഒരിക്കലും വയറുവേദനയ്ക്ക് യാതൊരു തരത്തിലുള്ള ശമനവും ഉണ്ടാവണില്ല. പല പൂജകളും ചെയ്തു നോക്കി, ഇനിയിപ്പോൾ അത് ചെയ്താൽ മാറുമെന്ന് കരുതിയിട്ട് എത്രയൊക്കെ പൂജ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിയതുമില്ല. ഇങ്ങനെ ഓരോ ദിക്കിലും പോയി പ്രയാസപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. പണ്ടുണ്ടായിരുന്ന രൂപമൊക്കെ മാറി, തടിയൊക്കെ പോയി, അങ്ങനെ വളരെ അവശനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. ഈ സമയത്ത് പണ്ട് അദ്ദേഹം കളിയാക്കിയ ഒരാളെ, നാറാണത്ത് ഭ്രാന്തൻ ദിവ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കളിയാക്കിയ ആളെ അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്ര ക്ഷീണിച്ചത്, അങ്ങേക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, പണ്ട് കണ്ട ആളെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇയാളോട് പറഞ്ഞു, പണ്ട് തന്നെയൊക്കെ കളിയാക്കിയതിൻ്റെ ഫലമായിരിക്കും, എനിക്ക് വലിയ വയറുവേദന വന്നു, ഇപ്പോഴും മാറിയിട്ടില്ല, ഒരുപാട് പൈസ ഞാൻ ചിലവാക്കി, ഇതുവരെ മാറിയിട്ടില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾ നാറാണത്ത് ഭ്രാന്തനോടൊന്ന് പോയി ചോദിക്കൂ, അദ്ദേഹം ഇതിൻ്റെ വഴി പറഞ്ഞു തരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ കുറ്റബോധം, അപകർഷതാബോധം, ഇത്ര നാൾ താൻ കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഒരാളെ തനിക്കൊരാവശ്യം ഉണ്ടായപ്പോൾ പോയി കാണേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ ഉണ്ടായിരുന്നാണ്. എങ്കിലും ഈ വയറുവേദന കാഠിന്യം അനുഭവിച്ചിട്ട് മതിയായപ്പോൾ അദ്ദേഹം ഭ്രാന്തൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ മുകളിലേക്ക് കണ്ണു നട്ട് ഇങ്ങനെ അവിടെ ചമ്രം പടിഞ്ഞിരിക്കണം അത്ര കണ്ടത്, താടിക്ക് കൈയും കൊടുത്തിട്ട്. ഇദ്ദേഹം വന്ന് ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് തെറ്റുപറ്റി, അങ്ങ് മഹാത്മാവാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ വയറുവേദന മാറ്റണം, ഇങ്ങനെ നിന്ന് കരയുക. പക്ഷേ നാറാണത്ത് ഭ്രാന്തനാണെങ്കിൽ അദ്ദേഹം പറയണത് ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ, ഓരോ ഉറുമ്പ് പോണതും 12, 13, 14 ഇങ്ങനെ അദ്ദേഹം എണ്ണിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. ഇപ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റേ ആൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. ഇദ്ദേഹത്തിന് ഈ പാണ്ഡിത്യത്തിൻ്റെ ഗർവൊക്കെ പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇയാളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇയാൾ ഞാൻ പറയണമൊന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞു, അത്രേ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കൊന്നും വേണ്ട, ഇപ്പം ഏകദേശം 10,000 എണ്ണം പോയിട്ടുണ്ട്, ഇനി ഒരു 12,000 എണ്ണം കൂടെ പോകാനുണ്ട്, അത് കഴിഞ്ഞാൽ ഇത് മൊത്തം തീരുന്നതാണ് അത്ര പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. കാരണം ഞാൻ ഈ അസുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഈ ഉറുമ്പിൻ്റെ എണ്ണം എന്നോട് പറയണത് എന്തിനാണ്, വെറുതെ എന്നെ കൂടി വീണ്ടും വിഷമത്തിലാക്കാനും എൻ്റെ രോഗത്തെ പുച്ഛിക്കുമല്ല ഇദ്ദേഹം ചെയ്തതെന്ന് കരുതി ഇദ്ദേഹം തിരിച്ചുപോയി. നേരത്തെ ഇദ്ദേഹത്തെ ഭ്രാന്തൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആളെ കാണാൻ പോയി എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അത്രേ താനല്ലേ പറഞ്ഞത് അയാൾ ഭയങ്കര മഹാത്മാവാണെന്ന്,
ഞാൻ പോയ സമയത്ത് അദ്ദേഹം ഉറുമ്പിനെ എണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞിട്ടും അദ്ദേഹം ഉറുമ്പിൻ്റെ എണ്ണം എന്നോട് പറഞ്ഞു അല്ലാണ്ട് ഇത് മാറാൻ എന്ത് ചെയ്യണമെന്ന് ഒരു നിവൃത്തിയും പറഞ്ഞൊന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താ പറഞ്ഞത് എന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന്. അയാൾ പറയണത് ഇപ്പം 10,000 പോയിട്ടുണ്ട്, ഇനി 12,000 എണ്ണം കൂടെ പോകാൻ ബാക്കിയുണ്ട് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇതിലിപ്പോൾ എന്താ ഇപ്പം എത്ര എനിക്ക് മനസ്സിലാവാനുള്ളത് എന്ന് അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ്റെ സുഹൃത്ത് അയാളോട് പറഞ്ഞു അത്രേ, താങ്കളുടെ കർമ്മഫലമാണ് താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ച് അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പണമുണ്ട്. ആ പണത്തിൽ 10,000 പണം ഇപ്പോൾ ചികിത്സയ്ക്കായിട്ട് അങ്ങ് ചെലവഴിച്ചിട്ടുണ്ട്. ഇനി 12,000 പണം കൂടെ ചെലവഴിച്ചാലേ അതിൻ്റെ കർമ്മഫലം മാറുള്ളൂ, അപ്പോഴേ ഈ വയറുവേദന മാറുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. കൃത്യം 12,000 പണത്തിൻ്റെ ചികിത്സ കൂടെ കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറി എന്നുമാണ് കഥയിൽ പറയണത്. നോക്കൂ, ഈ അവധൂത സ്വഭാവത്തിലുള്ള ആൾക്കാർ, സന്യാസിമാരൊക്കെ പരോക്ഷപ്രിയാ ദേവഹ എന്ന് ഒന്നും പ്രത്യക്ഷമായിട്ട് പറയില്ല, കുറച്ച് വളങ്ങിയേ പറയുള്ളൂ. എന്തിനാ? നമ്മളുടെ കൂടെ അധ്വാനത്തോടു കൂടി അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഒരു മഹാത്മാവായിരുന്നു നാരായണത്ത് ഭ്രാന്തനും. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.